നമസ്കാരം, കാസർഗോഡാണുള്ളത്. ഇന്ന് ഏപ്രിൽ 26-ാം തീയതിയാണ് നമ്മുടെ കേരള വന്ദേ ഭാരതിൻ്റെ ആദ്യ കൊമേഴ്ഷ്യൽ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റാണിന്ന്. ഞങ്ങളിന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പയ്യന്നൂർ വരെ ഇതിൻ്റെ ഇനാഗുലർ റണ്ണിന് ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് എന്താ ചെയ്യാം, പയ്യന്നൂർ ഇറങ്ങേണ്ടി വന്നു. രാത്രി വൈകിയതുകൊണ്ട് നമ്മുടെ സ്വന്തം കാസർഗോഡ് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതേ വീഡിയോയിൽ തന്നെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അതെ, ഇപ്പം ഞങ്ങൾ നേരെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി. നമ്മുടെ വന്ദേ ഭാരത് അവിടെ വന്നിട്ടുണ്ട്. അതിൽ കയറി നേരെ എങ്ങോട്ടേക്ക്? തിരുവനന്തപുരം. യെസ്, അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് നമ്മൾ കാസർഗോഡ്, ഇത് പാർക്കിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് എനിക്ക് തോന്നുന്നു 3-ാം നമ്പർ പ്ലാറ്റ്ഫോം എന്നാണ് തോന്നുന്നു വണ്ടി അല്ലേ. നമ്മൾ ഇതുവരെ നമ്മുടെ സ്വന്തം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഒരു യാത്ര ആരംഭിച്ചിട്ടില്ല. അതെ, ഇന്നെന്തായാലും തുടങ്ങാം പോരെ? അതെ അല്ലേ, അപ്പോൾ കയറാം. ഇവിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടല് 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇത് വരുന്ന 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, അത് 2, നമ്മുടെ വന്ദേ ഭാരത് കിടക്കുന്നത് 3-ന്നാണ് നമ്മുടെ വണ്ടി പുറപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിട്ടയർ റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഓഫ്ലൈൻ ആണെന്നാ തോന്നുന്നത്. അതെ, ഓൺലൈനിൽ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ ആ സമയത്ത് കണ്ടില്ല. ഇവിടെ വന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സമയം ഇപ്പോൾ 1:15. ആ, നമുക്ക് വണ്ടി എത്ര മണിക്കാ? 2:30. ഇതുവഴി അറിയിക്കോ. AC ഒക്കെ ഓണാണ് കേട്ടോ. ഈ ചൂടത്ത് എന്തായാലും ഓണാക്കിയിരുന്ന നമുക്ക് നല്ലതാണല്ലേ. അതുപോലെ തന്നെ ഈ സൈഡിലത്തെ വിൻഡോ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാ അതൊക്കെ പക്കയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ കാസർഗോഡ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വണ്ടി വരികയാണ്. ഏത് വണ്ടിയാണെന്ന് നോക്കാം. രാജധാനി എക്സ്പ്രസ്, നമ്മളെ കൊമ്പൻ ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ. ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ രാജധാനിനെ മിക്കവാറും ഈ വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യും മക്കളെ. ഇന്ന് വല്ലതും നടക്കും. 2 കൊമ്പന്മാർ ഒരേ ഫ്രെയിമിലല്ലേ. ഇതിനിവിടെ സ്റ്റോപ്പ് ഉണ്ടോ രാജധാനിക്ക്? ഇതുണ്ടല്ലോ, ഇതിൻ്റെ C1 ആണ് ഏറ്റവും ഈ ഒരു പുറകു വശത്ത്. നമുക്ക് ഈ ഡയറക്ഷനിലല്ല പോകേണ്ടത്, ഈ ഡയറക്ഷനിലാണ് നമ്മുടെ കോച്ച് വരുന്നത്. C14, അതായത് 14. ഏറ്റവും മുന്നിൽ നമുക്ക് എന്താ പറയുക, നല്ല ഡയറക്ഷനിലല്ലേ കിട്ടിയതല്ലേ. ഇവിടെ ഇപ്പം ആരും ലോക്കോ പൈലറ്റ് ഒന്നും കയറിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പറഞ്ഞാൽ ഉണ്ട് കേട്ടോ, അതിൽ ലോക്കോ പൈലറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങളുണ്ടല്ലോ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നപ്പോഴല്ലോ, അതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം ഉണ്ടായത് ഈ ഒരു ഡയറക്ഷൻ ഉണ്ടായത്. ഈ ഒരു എംബിൾ നമ്മുടെ കേരള വന്ദേ ഭാരതിന് മാത്രമായിട്ടുള്ള ഒരു ചീറ്റേൻ്റെ കണ്ട അടിപൊളിയല്ലേ അത്. ഞങ്ങളുണ്ടല്ലോ ഇതുവഴി നേരെ നടക്കുന്നത്. നമുക്ക് ആ C14 അവിടെയാണ് വരുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് കുട്ടികൾ. നിങ്ങളുടെ പേര് പറയണോ ഓരോരുത്തർ? വന്ദേ ഭാരതിൽ നമുക്ക് ഒരു വട്ടം കയറണ്ടേ? എല്ലാരും നമ്മളെ കാസർഗോഡത്തെ പിള്ളമാരാണ്. ഇവരിത് കാണാൻ വേണ്ടിട്ടാവുന്നേ. നീല കേറുന്നില്ലല്ലോ, കേറണ്ടേ? എല്ലാവർക്കും കയറാൻ വേണ്ടി കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയാ, അപ്പം വണ്ടി പുറപ്പെടാനായിട്ട് ഇനിയും ടൈം ഉണ്ട്. അതെ, സമയം ഒരുപാടുണ്ട്. എന്താ പറയുക, സ്റ്റാഫുകളൊക്കെ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ട്. അതെ, ഇത് ഇപ്പൊ ക്ലീനിങ് നടത്തുന്നത്. ഇപ്പൊ അതിന്റെ ഡോറൊന്നും ഓപ്പൺ ആയില്ല. അപ്പൊ ആ ഒരു സമയമാകുമ്പോ മാത്രമേ അങ്ങനെ അതിനകത്തോട്ട് കയറാൻ പറ്റൂ. അപ്പൊ ആ സമയത്താണ് അതെ. നോക്കടാ, ശരി എന്നാലേ കേട്ടാ, നമുക്ക് വീണ്ടും കാണാട്ടാ. അമ്മ പിന്നെ കാസർഗോഡ് ഏത് സമയത്ത് കണ്ടുകൂടെ കേട്ടാ. വന്ദേ ഭാരതിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പൂജയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അതായത് വന്ദേ ഭാരതിൻ്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റണ്ണാണല്ലോ ഇന്ന് നടത്തുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ പൂജയൊക്കെ നടത്തിയിട്ടാണ് ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കോച്ച് വരുന്നത് ഇത് തന്നെയാണ്, C14 തന്നെയാണ് വരുന്നത്. നമുക്കധികം എവിടെയും പോകേണ്ട കാര്യമില്ല. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ വണ്ടി ഇനി പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും അടിപൊളി. ഇവിടെ നല്ല ഇതൊക്കെ മാലയൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. എന്താ ടിപ്പ് നോക്കിയേ. നമ്മൾക്കിതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലേക്കൊന്ന് കയറാം. ഈസി. ഇതിന് ടോട്ടലി 2 എക്സിക്യൂട്ടീവ് ക്ലാസ്സാണുള്ളത്. ഇത് ഈ ഡോർ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി തുറന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ മതി. ഇവിടെയാണ് ഇതിൻ്റെ സെൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ സീറ്റ് ലേഔട്ട് വരുന്നത് 2x2 ആണ് സീറ്റ് ലേഔട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ട് കേട്ടോ, 1 ടച്ച് ആണ്. ഇവിടെ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്താൽ മതി. അതുപോലെ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ സീറ്റ് നമ്പർ വരുന്നത്. പിന്നെ ഇത് പുഷ് ബാക്ക് സീറ്റാണ് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ പുഷ് ബാക്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. സീറ്റ് നല്ല കംഫർട്ട് സീറ്റാണ് കേട്ടോ. എക്സിക്യൂട്ടീവിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചുവന്ന കളറ്, ചെയർക്കാരന്റെ നീലയാണല്ലോ. അതെ. പിന്നെ ഇതിന് നല്ല ഫുഡ് റെസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ലെഗ് സ്പേസാണ് നമുക്ക് എന്താ പറയുക എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചറുണ്ട്. ഈ ഒരു സീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പെഡലുള്ളതുണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ്, ചവിട്ടി പിടിക്കുക.
എന്നിട്ട് ഇത് തിരിച്ചാൽ മതി. വേണ്ട, അതായത് നമുക്ക് ഈ ഒരു പെടലാണ് ഇതിൻ്റെ, ഞാൻ ചവിട്ടുന്ന ഒരു പെടലില്ലേ, ഈ ഒരു പെടൽ അത് ചവിട്ടി പിടിച്ചിട്ട് നമുക്ക് സീറ്റ് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇപ്പം അവിടെ പുഷ് ബാക്ക് ആയതുകൊണ്ടാണ് തിരിക്കാൻ പറ്റാതെ. എനിക്കൊന്ന് ആ നടുവ് ഭാഗത്താണെങ്കിൽ നല്ല രീതിയിൽ കറങ്ങാൻ വേണ്ടി നല്ല രീതിയിൽ കറക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇതാണ്. നമുക്ക് ഇവിടെ തന്നെ സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഇന്നത്തെ ഡേറ്റ് 26/4/23 1:41 നെക്സ്റ്റ് സ്റ്റോപ്പ് കണ്ണൂർ 86 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇതിൽ വൈഫൈ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ആവുന്ന ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2815 രൂപയാണ്. അതായത് കാറ്ററിംഗ് ചാർജ് അടക്കം, നമ്മുടെ ഫുഡ് അടക്കം കാറ്ററിംഗ് ചാർജ് വരുന്നത് ഏകദേശം 369 രൂപയാണ് കാറ്ററിംഗ് ചാർജ് വരുന്നത്. അപ്പം ഈ ഒരു ചാർജും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരുന്ന ചാർജ്, അതുപോലെ തന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ചാർജ് വ്യത്യാസമാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ചെയർ കാർ നോർമൽ CCയിലാണ് എത്തിയിരിക്കുന്നത്. CCയിലത്തെ സീറ്റ് ലേഔട്ട് വരുന്നത് 2/3, അതായത് ഇവിടെ 3 സീറ്റ് ഉണ്ടാവും, ഇവിടെ 2 സീറ്റ് ഉണ്ടാവും. ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകതകൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഇവിടെ നേരത്തെ കണ്ടാലും ഇതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഈ ഒരു നമുക്ക് ലൈറ്റിംഗ് സിസ്റ്റം, ഇവിടെ സീറ്റ് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടാവും. കർട്ടൻസ് അതേപോലെ തന്നെയുണ്ട്. അതുപോലെ സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് റെസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ നമുക്കിങ്ങനെ ആക്കിയിട്ട് നേരെ താഴോട്ടാക്കാം. പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്കൊരു ടേബിളുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് കേട്ടോ, ടേബിളിൻ്റെ കാര്യം. നമുക്ക് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മറ്റേ നമ്മുടെ ടേബിൾ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് വലിച്ചെടുക്കേണ്ട ഒരു മെത്തേഡിലാണ് നമുക്ക് ടേബിളിൻ്റെ അലൈൻമെൻറ്റ്സ് ഒക്കെ വരുന്നത്. പിന്നെ എന്താ പറയുക, അതായത് ഈ ചെയർക്കാരന് മാത്രമാണ് ഇവിടെ ഓപ്പോസിറ്റ് സീറ്റിൻ്റെ അവിടുന്ന് അതെ താഴോട്ട് താക്കാണ്ട്. പിന്നെ ഇതിൻ്റെ പുഷ് ബാക്ക് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു പ്രസ്സിങ് ആണ്. പ്രസ്സിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ നമ്മുടെ പല കോച്ചിലും പല പുഷ് ബാക്കിൻ്റെ ഓപ്ഷൻസാണുള്ളത്. അതെ, ഇവിടെ ഒരു പ്രസ്സിങ്ങും ഉണ്ട്. നമ്മുടെ ഇത് കോച്ച് ചെയ്തല്ലോ, നമ്മുടെ C14 അവിടെ വരുന്നത്. കഴിഞ്ഞ ഇനാഗുറൽ റണ്ണിന് ഞങ്ങൾ യാത്ര ചെയ്ത സമയത്ത് ജസ്റ്റ് ഈ സൈഡിൽ ഒരു പ്രസ്സായിരുന്നു, പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റും കൂടെ പറയണമല്ലോ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇതിൻ്റെ ടിക്കറ്റ് ചെയർക്കാരന് വരുന്നത് 1520 രൂപയാണ്. ഇതിൻ്റെ കാറ്ററിംഗ് ചാർജ് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം അതിൻ്റെ വരുന്നത് 309 രൂപയാണ്. പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഇനി ഭക്ഷണം വേണ്ടെന്നാണെങ്കിൽ നോ ഫുഡ് അല്ലേ, ഓപ്ഷൻ കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഫുഡിൻ്റെ ഓപ്ഷൻ 309 കഴിച്ചുള്ള ബാക്കി amount ആയിരിക്കും ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ടിക്കറ്റ് നമ്മുടെ ഫുഡ് തന്നെ നോൺ വെജും അതുപോലെ തന്നെ വെജും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇതും കൂടി ഓപ്ഷനും കൂടി ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് കയറാം. C14 ഏറ്റവും മുന്നിലാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ നവീൻ ഉണ്ട്, നല്ലൊരു ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. നോക്കി കണ്ട് കയറുക, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അല്ലേ നവീൻ? പിന്നെ കോയമ്പത്തൂര്, ചെന്നൈ, വന്ദേ ഭാരത്, തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇതേ അവസ്ഥ. അതിൻ്റെ അകത്തേക്കൊക്കെ ആൾക്കാർ പോകാനായിട്ട് പോകുന്നത് രാത്രി കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മഴ പെയ്ത് കിടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശ്രദ്ധിച്ചിറങ്ങിയാൽ മതി. അതെ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ 2 ചെയർസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓടുന്ന ഒരു ഷൊർണൂരും തിരിയിലൊക്കെ എത്തുമ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്നിരിക്കാം. നമ്മൾ സ്പേസിലുണ്ട്, ഇവിടെ എന്തായാലും വേണ്ടി വരും. അതെ, നമ്മുടെ കോച്ചിലോട്ട് കയറാം. ഇവിടെ ടോട്ടലി 44 സീറ്റ്സേ ഉള്ളൂ കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ക്യാബിൻ വരുന്നതുകൊണ്ടാണ്. നമ്മുടെ സീറ്റ് വരുന്നത് 23, 24. ഇവിടെ ലഗേജൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഓപ്പോസിറ്റ് ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുന്ന സമയത്താണ് കേട്ടോ ഇവിടെ നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. നമുക്ക് കറക്റ്റ് കോയമ്പത്തൂർ വന്ദേ ഭാരത് എങ്ങനെയാണോ കിട്ടിയത് അതേ സീറ്റ് പിറകിലോട്ട് തന്നെയാണ് യാത്ര ചെയ്യേണ്ടത്. നേരത്തെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല. ഇവിടെ ഫുഡ് റെസ്റ്റ് ഇല്ല, നല്ല രീതിയിൽ നമുക്ക് കാലം നീട്ടി വെക്കാം, എത്ര വേണം നീട്ടി വെക്കാം, ഒരു പ്രശ്നമില്ല. ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാം. തീർച്ചയായും ആ സ്ഥലത്ത് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ഇവിടെയൊക്കെ ഒരു പട്ടണമായിരുന്നല്ലോ, ഇവിടെ ഇതേപോലെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പല കോച്ചിലും ഇതിൻ്റെ പുഷ് പാക്കിങ്ങിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ഒരു സ്വിച്ചാണ്, ഞെക്കിയിട്ടുണ്ടെങ്കിൽ പുഷ് പാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും പുഷ് പാക്കിംഗ് ഇല്ല. അതുപോലെ തന്നെ ഇവിടെ 40 ചില്ലറ സീറ്റായുള്ളത്, അത് നമ്മുടെ ലോക്കോൻ്റെ മുന്നിലുള്ളത് കൊണ്ട് ക്യാബിനുള്ളതുകൊണ്ട്. മറ്റ് അപ്പുറത്താണെങ്കിൽ 77 സീറ്റുകൾ അത്രയുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇന്നും പുറകിലേക്കാണ് പോകേണ്ടത്. പക്ഷെ നല്ല വിൻഡ് വന്നു, ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ക്ലിയർ ആണ് കേട്ടോ. ട്രെയിൻ നമ്പർ 2063 കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് एक्सप्रेस 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. यात्री कृपया ध्यान दें, गाड़ी संख्या 2063 कासरगोड तिरुवनंतपुरम वंदे भारत एक्सप्रेस प्लेटफॉर्म क्रमांक 3 पर खड़ी है. For the kind attention of passengers, train number 2063 कासरगोड तिरुवनंतपुरम वंदे भारत एक्सप्रेस on platform number 3. ഡോറ് ക്ലോസ് ആയി.
സമയം ഇപ്പോൾ 2:29 2:30 കറക്റ്റ് ഇപ്പോൾ വണ്ടി എടുക്കും. ഓൺ ടൈമാണ് കേട്ടോ. ഈ ഡോറുണ്ടല്ലോ ഒരാൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തത്, അത് അവിടെ പിടിച്ച് നിൽക്കിയത് ഇനി ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയിക്കോളും. അതുവരെ നമുക്കിതാ ഈ ക്ലോസ് ആയി. നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് നിന്ന് വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വന്ദേ ഭാരതിനെ യാത്ര അയക്കാൻ വേണ്ടി വന്നവരാ. മീഡിയാസും ഉണ്ട് പുറത്ത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. നല്ല ക്ലിയർ ഗ്ലാസ് കിട്ടാണ്. വെള്ളം കിട്ടിയിരിക്കുകയാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അതുപോലെ തന്നെ ഗ്ലാസും ഉണ്ട് കേട്ടോ. 2 ഗ്ലാസ്. ഈ വെള്ളം ഇതിൽ ഒഴിച്ച് കുടിക്കാം. ഇത് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ സ്പീഡിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതിലൊന്നും വരുന്നില്ലല്ലോ. GPS വെയിറ്റിംഗ് ഫോർ സിഗ്നൽ ആയിട്ടുണ്ട്. വരട്ടെ, എന്നാൽ ഇപ്പോഴത്തെ കറക്റ്റ് സ്പീഡ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ബേക്കൽകോട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞോ? ബേക്കൽകോട്ട ബീച്ച് കഴിഞ്ഞല്ലേ? റെയിൽവേ സ്റ്റേഷൻ എന്നാൽ കഴിഞ്ഞിട്ടുണ്ടാവും. ചെയർകാറിലുണ്ടല്ലോ ന്യൂസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ന്യൂസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ചെയർകാറിൽ ഉണ്ടാവില്ല, ഇത് നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. ഇംഗ്ലീഷാണ് ന്യൂസ് പേപ്പർ. നമ്മുടെ കോയമ്പത്തൂർ വന്ദേ ഭാരതിലേക്ക് പോയ സമയത്ത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയുടെ സ്പീഡ് ഇപ്പം 107 കിലോമീറ്റർ 112. വീട്ടിൽ നിന്ന് പത്രം വായിക്കാത്ത നവീൻ ഇപ്പോൾ വന്ദേ ഭാരത് കയറിയിട്ട് പത്രം വായിക്കുന്നത്. അത് ഇംഗ്ലീഷ് പത്രമായിട്ട് മാത്രം. ഓ അങ്ങനെ ഈവനിങ് സ്നാക്സ് വന്നിരിക്കുകയാണ്. വന്ദേ ഭാരത് ചെയർകാറിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കോഫി വാങ്ങിച്ചാൽ മതി കേട്ടോ, ചായ വേണ്ട. താങ്ക് യു. ഈവനിങ് സ്നാക്സ് മസാല ചായ. അത് കോഫി ഉണ്ടാവില്ല, കോഫി വാങ്ങിച്ചാൽ മതിയാ? അല്ലേ വേണ്ട അല്ലേ? മസാല ചായ ട്രൈ ചെയ്യാം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്കൂടെ ഇപ്പോൾ വണ്ടി പോകുന്നത് 37-40. സ്പീഡ് കൂടുന്നുണ്ട്. കാഞ്ഞങ്ങാട് ചേട്ടാ, നമ്മുടെ സ്വന്തം കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കഴിഞ്ഞ ശേഷമാണ് സ്പീഡ് കൂടുന്നത്. ഇനി അടുത്തത് നീലേശ്വരം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് കാണണ്ടേ? അപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പേര് പറയും ആ സമയത്ത് ഓരോരോ സ്റ്റേഷൻ്റെ പേര് വരെ. നമുക്ക് എല്ലാ സ്റ്റേഷനും അങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മുടെ ഈ സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അത്യാവശ്യം മെയിൻ സ്ഥലങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കൂടുമ്പോൾ നമ്മുടെ വീഡിയോന്റെ ഒരു ദൈർഘ്യം കൂടുമല്ലോ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തിനോടുള്ള ഒരു ഇത് കൊണ്ടൊന്നും അല്ല കേട്ടോ. അതെ എടുക്കണം ആഗ്രഹമുണ്ട്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 108, 109, 110 തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സ്പീഡുണ്ട്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ. എന്താ പോക്ക് നോക്കി. നീലേശ്വരം നല്ല സ്പീഡിൽ തന്നെയാണ് സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. നവീൻ ചായേന്റെ പരിപാടിയിലേക്ക് തന്നെ പോയതല്ലേ? സ്നാക്സ് അല്ല, ചായയാണ്. സ്നാക്സ് കുറച്ച് കഴിയുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ എത്തുമ്പോഴേക്കും കിട്ടുക അല്ലേ? അത് മൊത്തം ഇട്ടോ കേട്ടോ. അത് കറക്റ്റ് മൊത്തത്തിലിടണം, എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. ശരിക്കും പൊട്ടിച്ചോ? അത് മൊത്തം ഇട്ടോ കേട്ടോ. മൊത്തം ഇടണം. എന്നാൽ അതൊരു മിക്സാണ് സംഭവം. ഇതെല്ലാം ഇതിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മധുരവും ആ ഒരു ചായൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. പെർഫെക്റ്റ് ആവോ? ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു യൂണിബിക്കിന്റെ ഒരു ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഒരു നമുക്കത് ഇളക്കാനുള്ള ഒരു സ്പൂണുണ്ട്. അതിന്റെ സ്പീഡ് ഞാൻ ഇതിനെ ഓഫ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അത് അങ്ങനെ നിൽക്കട്ടെ ഇവിടെ. സ്പൂണല്ല, ഒരു ചെറിയ സംഭവം. ഇവര് നമ്മുടെ നാട്ടുകാരാണ് കേട്ടാ. ബ്രോന്റെ പേര് പറഞ്ഞോ? എന്റെ പേര് സംഗീത്, എൻ്റെ ഒരു മഹല്. പക്ഷെ ഇവരൊരു പ്രശ്നമുണ്ട്, ഇവര് കണ്ണൂർ വരെ ഉള്ളൂ അല്ലേ? ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾക്ക് മര്യാദക്ക് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പോവായിരുന്നു, കമ്പനിയായിട്ട് പോവായിരുന്നു. പ്രശ്നമില്ല. അടുത്ത പിന്നെ വീണ്ടും ട്രാവൽ ചെയ്യാലോ അല്ലേ? വീണ്ടും കാണാം. കാസർഗോഡ് ട്രിവാൻഡ്രം വന്ദേ ഭാരത് എക്സ്പ്രസ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനോട് അടുക്കുകയാണ്.
നമ്മളെ സ്വന്തം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. പയ്യന്നൂരിലേക്കിടയ്ക്ക് പോകുന്ന പോക്ക് നോക്കിയേ. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ മംഗളൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ് ഇപ്പോൾ വരും. ഒരു എത്ര മണിക്ക് എത്തുക? അത് 4:15 വരാനുള്ളത് നമ്മുടെ ചെന്നൈ മെയിൽ. ചെന്നൈ മെയിൽ. ശരി തന്നെ, ചെന്നൈ മെയിൽ. ചേട്ടനുണ്ടല്ലോ വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടി മാത്രം ഫാമിലി അടക്കം വന്നതല്ലേ അല്ലേ? അവിടുന്ന് ഞാൻ ഇന്റർസിറ്റിക്കാണ് വന്നത്. ഇന്റർസിറ്റി നമ്മളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് പയ്യന്നൂരിൽ നിന്ന് കാസർഗോഡ് വന്നത് ഇന്റർസിറ്റിക്കാണ്. അപ്പം അതേപോലെ വന്നതാണ്. വന്ദേ ഭാരത് കയറാൻ വേണ്ടിട്ട് മാത്രം കാസർഗോഡ് വന്നവരാണ്. അതെ, എങ്ങനെയുണ്ട് യാത്ര? അടിപൊളി യാത്ര. ഞാൻ നിങ്ങളുടെ മലയാളി ട്രാവലേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതുകൊണ്ട് ബുക്ക് ചെയ്തതാണ്. ആദ്യ ദിവസം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി, പരിചയപ്പെടാനും പറ്റിയതിൽ സന്തോഷമുണ്ട്. ചേട്ടൻ എവിടെ വരെ ഉണ്ട്? ഞാൻ തൃശ്ശൂർ വരെ. തൃശ്ശൂർ വരെ അല്ലേ? ഓക്കെ, കണ്ടതിൽ സന്തോഷമായിട്ടാ. നമ്മുടെ വളപട്ടണം പുഴയാണിത്. നോക്കി ഇവിടുത്തെ ബ്യൂട്ടി നോക്കി. നല്ലൊരു നമ്മുടെ ഹൈവേ നാഷണൽ ഹൈവേ അതാണ് കേട്ടോ. അതിലേക്കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല തെളിഞ്ഞ ആകാശം അല്ലേ? പ്യുവർ ക്ലൈമറ്റ്. അതാ ഷൊർണൂർ വരെ നല്ല കാലാവസ്ഥ കിട്ടിയായിരുന്നു അല്ലേ? തീർച്ചയായും ഇതന്നെ മതിയായിരുന്നു. കാരണം അങ്ങോട്ട് നല്ല മഴേന്റെ ഒരു പ്രതീതി ഉണ്ടല്ലോ. നമ്മൾ ഇനാഗുറൽ റണ്ണിന് വരുമ്പോ മൊത്തം മഴയല്ലേ ഉണ്ടായത്. അതെ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് 2 മിനിറ്റാണ് ഹോൾട്ട് ഉള്ളത്. 3:28 എത്തേണ്ട വണ്ടി ഓൺ ടൈം ആയിട്ട് എത്തി. ഇവിടെ 2 മിനിറ്റാണ് ഹോൾട്ട്. ഇന്നരക്ക് വണ്ടി എടുക്കും. ഇവിടെ ആൾക്കാർ ഒരുപാട് കയറാനുണ്ട് കേട്ടാ. ഇവിടെ നിന്നൊക്കെ അവിടേക്ക് ഒരുപാട് ആൾക്കാർ. നമ്മുടെ ഇവിടെ തന്നെ ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെയുണ്ടല്ലോ നമ്മുടെ കാസർഗോഡ് നിന്ന് കണ്ണൂർ വരെ 1 മണിക്കൂറൊന്നും എടുത്തില്ല. ഈ വണ്ടിയിൽ കയറാൻ ചായയും ബിസ്ക്കറ്റും മാത്രമേ കാസർഗോഡ് നിന്ന് കണ്ണൂർ വരെ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന് കിട്ടുള്ളൂ. അതെ, നമുക്ക് നമ്മുടെ ഈ ലോക്കലിൻ്റെ ഇവിടത്തൊക്കെ കറക്റ്റ് കാണാം കേട്ടോ. നമുക്ക് അതിലൂടെയും കയറാം. തലശ്ശേരിയൊക്കെ കഴിഞ്ഞ് ഇപ്പം മാഹി റെയിൽവേ സ്റ്റേഷൻ എത്താനായല്ലേ? അപ്പോഴത്തേക്ക് ഇതാ ഈവനിങ് സ്നാക്സ് വന്നിരിക്കുകയാണ്. ഈവനിങ് സ്നാക്സ് എന്തൊക്കെയുള്ളത് നവി? കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രക്കിടയിലാണ് നമുക്ക് ഈവനിങ് സ്നാക്സ് കിട്ടിയത്. ഇവിടെ തന്നെ എടുത്ത് കാണാം നമ്മുടെ ഇതുണ്ടല്ലോ. നമ്മൾ പൊതുവെ യാത്ര ചെയ്യുമ്പോൾ പറയാറുണ്ട്, നമ്മൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. നമ്മളെ എന്താ പറയുക, കോയമ്പത്തൂർ പോകുന്ന സമയത്ത് സമൂസയൊക്കെ കിട്ടിയിട്ടുണ്ട്. അന്നേ നമ്മൾ പറഞ്ഞായിരുന്നു കേരളത്തിൽ വന്നാൽ മിക്കവാറും ഇങ്ങനത്തെ ആയിരിക്കും കിട്ടുന്നത്. ആ പഴംപൊരി തന്നെ, നമ്മുടെ സ്വന്തം പഴംപൊരിയും ഉള്ളിവടയൊക്കെയാണല്ലോ നമ്മുടെ മെയിൻ സംഭവം. പിന്നെ ഒരു ബിക്കാജിൻ്റെ ഒരു ക്രാക്കർ ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ ഒരു ഇതുണ്ടാവില്ല, ഒരു ബേസിനെ പോലത്തെ ഒരു സാധനം. അതല്ല, ഇതിനെ നമുക്ക് എല്ലാത്തിലും കിട്ടാറുണ്ട് കേട്ടോ ഈ സാധനം. സെയിം സാധനം തന്നെ. അല്ലല്ല, ഇതിൽ ഡിഫറെൻ്റ് ആയി ഈ സാധനം. പിന്നെ ഇത് ഹാൻഡ് സാനിറ്റൈസർ. ഞാൻ പ്രതീക്ഷിച്ച സാധനം അത് കിട്ടി എന്തായാലും. ഹാൻഡ് സാനിറ്റൈസർ ഉണ്ട്. വീണ്ടും ചായ ഉണ്ട്. ചായ ഉണ്ട്, നമുക്ക് കോഫി ആക്കാം. എന്തായാലും കോഫി ആക്കാം, കോഫി ചോദിക്കാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. കോഫി മതി. സാനിറ്റൈസർ നമുക്ക് പുറത്തെടുത്ത് നോക്കാം, കാരണം 2 ഉണ്ട്. ആദ്യം പിന്നെ ഒരു കെച്ചപ്പ് ഉണ്ട് കേട്ടോ, ഒരു ടൊമാറ്റോ കെച്ചപ്പും കൂടി ഉണ്ട്. ഞങ്ങൾ ചായയില്ലേ, നേരത്തെ ചായ ഓൾറെഡി കുടിച്ചായിരുന്നല്ലോ. നമ്മൾ കോഫി വാങ്ങിച്ചു. അതായത് നമുക്ക് ചായ വേണമെങ്കിൽ ചായ, കോഫി വേണമെങ്കിൽ കോഫി ചോദിച്ച് വാങ്ങിക്കാം. ഇതിലിനി ആഡ് ചെയ്യാം. ഇത് അത് മൊത്തം ഇടണം കേട്ടോ, എന്നാലും അതിൻ്റെ ഒരു ഇത് കിട്ടത്തില്ല. മൊത്തം ഇടണം, എന്നാലും ആ ഒരു ഇത് കറക്റ്റ് പറഞ്ഞാൽ ഈ ഒരു കാപ്പിന് തുല്യമുള്ള സാധനം. ഷതാപ്പിയിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. ഇത് എരിവാനാ ചാൻസ് മതി. ഇത് കടലയാണ്, മസാല കടല. ഇനി നമ്മുടെ പഴംപൊരി എടുത്തോ. പഴംപൊരി അധികം വലിയ എണ്ണ വരികയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളി, നല്ല പഴംപൊരി. ഫൈനലി നമുക്ക് കോഫി അവസാനം കുടിക്കാം എല്ലാവരും. അതെ, അതിൽ തന്നെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ വന്ദേ ഭാരത് എത്തിയിരിക്കുകയാണ്.
ആൾക്കാർ കയറാനുള്ള തിരക്കുണ്ട്, അതുപോലെ ഇറങ്ങുന്ന ആ തിരക്കുണ്ട്. ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത് നമ്മുടെ വണ്ടി എത്തിക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. ഹായ് ബ്രോ. അതെ അല്ലേ, നേരത്തെ വന്നോ ഇവിടെ? ഇത് വരുന്നുണ്ടോ? അതെ അല്ലേ, എന്താ പേര്? എവിടെ വീട്? ഇവിടെ തന്നെ. അതെ അല്ലേ, നവ്യ അവിടെ ഉണ്ട്. ഇവിടെ തന്നെ വണ്ടി വേഗം എടുക്കും കേട്ടോ. ഇവിടെ കോഴിക്കോടിൻ്റെ നെയിം ബോർഡ് ഉണ്ട് കേട്ടോ. 2 മിനിറ്റാണ് വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത്, നേരത്തെ പറഞ്ഞല്ലോ. ഒരു കർവില റെയിൽവേ സ്റ്റേഷനുള്ളത്. ഡോറടഞ്ഞു. 2 മിനിറ്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കയറാൻ എന്തുകൊണ്ട് അതുകൊട്ടെ. എമർജൻസി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ പെട്ടെന്ന് തുറക്കാൻ പറ്റും. പക്ഷെ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡോറൊന്നും ഇത് പ്രസ് ചെയ്താൽ മതി. പക്ഷെ മൂവ് ചെയ്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു വണ്ടിയുണ്ട്. നാഗർകോവിൽ ജംഗ്ഷൻ ബംഗളൂരു സെൻട്രൽ പരശുറാം എക്സ്പ്രസ്. ഇതിന്റെ അവസ്ഥയാണല്ലോ ഭയങ്കര. ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ പോസ്റ്റ്. അതിലൊരു തിരക്ക് നോക്കി നിങ്ങളൊന്ന്. ജനറലൊക്കെ ഭയങ്കര തിരക്കാണ്. കോഴിക്കോട് ഇതൊക്കെ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയത്. എല്ലാരും ഭയങ്കര ആകാംക്ഷയോടെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ 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 അതെ. വന്ദേ ഭാരതിന്റെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റൺ അല്ലേ? അതിന്റെ ഒരു എക്സൈറ്റഡ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് ഈ ട്രെയിനിൽ കയറി ആദ്യമായിട്ട് വന്ദേ ഭാരത് കയറിയവരുണ്ട്. അതൊക്കെ ഈ ഫുഡൊക്കെ കാണുന്ന ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റഡ് ആണ്. പിന്നെ വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വാർത്താ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ എന്താ പറയുക, കുറെ നമ്മുടെ ഫേസ്ബുക്ക് പോലത്തെ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഒരു ന്യൂസ്, അതായത് വന്ദേ ഭാരത് നല്ല മഴയായിരുന്നു കേരളത്തിൽ, വന്ദേ ഭാരത് മൊത്തം ചോർച്ചയാണ്, അങ്ങനെയാണ്, അതായത് ഏതൊക്കെ കോച്ച് ചോർച്ചയാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ സത്യം ഒരു കാര്യം പറയാം, ഈ വന്ദേ ഭാരത് എന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, നമ്മുടെ രാജ്യത്തിലെ മിക്ക സംസ്ഥാനങ്ങളും ഇപ്പൊ വന്ദേ ഭാരത് ഉണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിന് കിട്ടിയ ഒരു എന്താ പറയാ, ഇത് കേരളത്തിന് വേണ്ട ഒരു ട്രെയിനാണ്. അപ്പൊ നമുക്ക് കേരളത്തിന് കിട്ടിയ ഒരു സംഭവമല്ലേ, നമുക്ക് വേണ്ട നമ്മുടെ മലയാളികളല്ലേ. അപ്പം എന്താ പറയാ, ആ വന്ദേ ഭാരതിന് ഒരു പ്രീമിയം ട്രെയിൻ എന്താന്ന് പോലെ അറിയാതെ ആൾക്കാരാണ് ഇങ്ങനെ കമന്റ് കാണണേ, മൊത്തം കമന്റ്. ഇത് നമ്മുടെ മലയാളികളല്ലേ ഇങ്ങനെ കമന്റ് ഇടുക. നെഗറ്റീവ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് എന്താണ് വന്ദേ ഭാരത് എന്ന് പോലും അറിയില്ല. ഏതോ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഈ വന്ദേ ഭാരത് പറഞ്ഞാൽ ഏതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പറഞ്ഞ കമന്റ് ഇടുന്നവര് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള നമ്മുടെ മലയാളികൾ നമ്മുടെ ഇന്ത്യക്കാരതാണെന്ന് പോലും ഇവർക്ക് ബോധ്യമില്ല. സത്യം പറയട്ടെ, ഒരു ചോർച്ച നമ്മുടെ വന്ദേ ഭാരതിലില്ല. ഇത് AC ഗ്രില്ലിൽ നിന്നുണ്ടായ ഒരു ചോർച്ച മാത്രമാണ്. AC ഗ്രില്ലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ പറഞ്ഞ പോലെ ഇവര് ചോർച്ച എന്ന് പറയുന്നത്. അത് ആ ടൈമിൽ തന്നെ ക്ലിയർ ചെയ്യും. അത് റെയിൽവേ അതൊക്കെ ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട്. ഇവിടുന്നും വന്ദേ ഭാരതിനെ എല്ലാവരും നല്ല രീതിയിൽ അങ്ങ് അവിടുന്ന് ആ ചേട്ടനൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. തിരൂർ നമ്മുടെ സ്വന്തം തിരൂർ. ആ ഹോൺ അടിച്ചിട്ട് പോകുന്നൊരു പോക്ക്. പക്ഷെ എന്തോ ഭാഗ്യത്തെ നമ്മളിവിടെ സ്റ്റോപ്പില്ല. അതൊരു വല്ലാത്തൊരു അല്ലേ? അല്ല, തിരൂരത്തെ ആൾക്കാരുടെ ആ ഒരു നമ്മളെ ആ ഒരു ഇപ്പൊ ഒരുപാട് പേര് പ്രതിഷേധിക്കുന്നുണ്ട്. അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് എന്തായാലും അത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ കാര്യമില്ല. കാരണം വന്ദേ ഭാരത് പോലത്തെ ട്രെയിനുകൾക്കൊന്നും അങ്ങനെ എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ തിരൂർ എന്ന് പറഞ്ഞ ജനങ്ങളോടുള്ള ഒരു ഇതായിട്ട് കാണാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട്. കാരണം അതെ, ഇതൊരു പ്രീമിയം സെഗ്മെന്റ് ട്രെയിൻ ആണല്ലോ. ആ ഒരു സമയത്ത് ഇപ്പോൾ ഇതിന് തൊട്ട് അടുത്ത സ്റ്റേഷൻ വരുന്നൊരു ഷൊർണൂരാണ്. ഷൊർണൂർ കൊടുത്ത സ്ഥിതിക്ക് ഇനി തിരൂർ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരൂർ സ്റ്റോപ്പ് പോകണം, ഷൊർണൂർ കട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ കേരളത്തിലെ വന്ദേ ഭാരതിന് മാത്രമാണ് കൂടുതൽ സ്റ്റോപ്പുകൾ തൊട്ടുന്ന സ്റ്റോപ്പുകളുണ്ട്. വന്ദേ ഭാരതിന് ഇങ്ങനെ സ്റ്റോപ്പുകളില്ല. അതായത് ചെന്നൈ വിട്ടാൽ കോയമ്പത്തൂർ വന്ദേ ഭാരത്, ചെന്നൈ വിട്ടാൽ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പായ സേലത്ത് മാത്രമേ ഉള്ളൂ. അത് പ്രതിഷേധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പ്രതിഷേധമാണ് എല്ലാത്തിനും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ തിരൂര് നിർത്താതെ, അതായത് സാധാരണക്കാർക്ക് ഒരു 250 രൂപ കൊടുത്താൽ ഇവിടുന്ന് തിരുവനന്തപുരം മാവേലിക്ക് പോലും ഇവിടെ സ്റ്റോപ്പില്ല. അതൊക്കെയല്ലേ നമുക്ക് ആദ്യം വേണ്ടത്. അതൊക്കെയല്ലേ ആദ്യം റെഡി ആക്കേണ്ടത്. അതെ അതെ. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് പുതുക്കിയാണ്. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇത് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്.
മഴ പൊടിയുന്നുണ്ട് കേട്ടോ. മഴയുണ്ട്. ഇത്ര നേരം വരുന്ന സ്ഥലത്തെല്ലാം നല്ല മഴയായിരുന്നല്ലേ. ഷൊർണൂർ ആദ്യം സ്റ്റോപ്പ് വന്ന് നമ്മുടെ വണ്ടിക്ക് അനുവദിച്ചതല്ല, പിന്നീടാണ് ഷൊർണൂർ സ്റ്റോപ്പ് വന്നത്. കുഴപ്പമില്ല, ഷൊർണൂർ അതിന് അർഹയാണ്. അതെ അതെ, ഷൊർണൂർ സ്റ്റോപ്പ് വേണം. എന്തായാലും ഇതിലേക്കൂടെ വണ്ടി പോകുന്നുണ്ടെങ്കിൽ കണ്ടില്ല, മെല്ലെ പോകത്തുള്ളൂ. കാരണം അതിനെക്കാട്ടി നല്ലത്. അതെ, മഴയുണ്ട് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് തന്നെ നമ്മളോട് ഉദ്യോഗസ്ഥൻ പറഞ്ഞില്ലേ പെട്ടെന്ന് രാത്രി കാരണം 2 മിനിറ്റുള്ള ഇവിടെ സ്റ്റോപ്പുള്ളൂ. അപ്പം ഞങ്ങളത് വ്ളോഗ് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇതിലിനി ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? 12:50 ഞങ്ങൾ കാസർഗോഡ് നിന്ന് നമ്മുടെ രാജധാനി കാഴ്ചയുണ്ടായ വീഡിയോ ആദ്യ ഭാഗത്ത് ഞങ്ങൾ വണ്ടി പുറപ്പെടുന്നത് 2:30-ക്കാണ്. ആ രാജധാനി ഇപ്പോൾ ഷൊർണൂർ കഴിഞ്ഞ് നമ്മുടെ മുള്ളൂർക്കര സ്റ്റേഷൻ കഴിഞ്ഞ് വടക്കാഞ്ചേരി എത്തിയുള്ളൂ. നമ്മൾ മിക്കവാറും അതിനെ ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഏത് സൈഡിലാണ്, ഇപ്പുറത്താണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഈ ഗ്ലാസ്സിനൊക്കെ വെള്ളം ആയതുകൊണ്ട് ഒരു ക്ലിയർ കിട്ടൂല. അതായത് നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ അകത്തോട്ടധികം ഇങ്ങനെ പോയി ഇരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ഗ്ലാസിൻ്റെ അവിടെ ഇരുന്നാൽ ഏത് ഡയറക്ഷനിലാണ് വണ്ടി ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ഡയറക്ഷനോട് എടുക്കുക, അവിടെയാണെങ്കിൽ അവിടെ പോയി നിന്നാൽ പോരെ. ഒരു ഡീസൽ ലോക്കോ, എറണാകുളം ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ വണ്ടി ഇത് ലോക്കോ ചെയ്ത്. ഇതിൻ്റെ ക്യാബിൻ വ്യൂ ആണ് കേട്ടോ. തൃശ്ശൂരിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ ഇല്ലേ, ഇവിടെ ഭയങ്കര എന്താ പറയുക, ക്ലീൻ അല്ല. അതുകൊണ്ട് അകത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അത്ര ക്ലിയർ ആയിരിക്കില്ല കേട്ടോ. വൈപ്പറൊക്കെ ഇടുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ഇതാ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നല്ല മഴ ചെയ്താ. അയ്യോ, മഴ കഴിഞ്ഞ രക്ഷയില്ല. ഇവിടെ ഇപ്പോഴും ഭയങ്കര മഴയാണ് കേട്ടോ. കേരള എക്സ്പ്രസ് നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ആർക്കധികം പുറത്തേക്കൊന്നും നോക്കാൻ പറ്റുന്നില്ല. കാരണം മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ചെയ്താ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ 2 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ, അതുകൊണ്ട് എന്തായാലും പറ്റൂല. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. ഡോറ് ക്ലോസ് ആയിട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് തൃശ്ശൂരിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടത്തേക്കൊക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. എൻ്റെ ക്യാമറക്കൊക്കെ മൊത്തം വെള്ളമായി. ഇതിൻ്റെ അടയാത്ത മഴയത്ത് ഇങ്ങോട്ട് വന്ന വെള്ളമാണ്, അല്ലാതെ ട്രെയിൻ ചോർച്ചയല്ല. അല്ല നല്ല കാറ്റായതാ. ഇങ്ങോട്ടെല്ലാം വെള്ളമടിച്ച് കയറുക. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളം. മൊത്തം ഇരുട്ടായി, ഇനിയൊന്നും കിട്ടില്ല. ഞങ്ങളുണ്ടല്ലോ എത്ര നേരം രാജധാനിയിൽ ഓവർടേക്ക് ചെയ്യുമെന്ന് വെച്ചിട്ട് അവിടെ ഒരുപാട് നേരം. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിന് മുകളിലായി. അല്ല, അത് മാത്രമല്ല, നമ്മൾ തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ ഷൊർണൂർ വിട്ട മുതൽ തന്നെ നമ്മൾ എന്താ പറയുക, ആ ഡോറിൻ്റെ ഭാഗത്തും അങ്ങനെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു 10 കിലോമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ടാണ്, ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മുടെ രാജധാനി തൊട്ട് മുന്നിൽ. അത് നല്ല സ്പീഡ് പോകുന്നത്. ഇനി ഓവർടേക്ക് ചെയ്യില്ല. ഇനിയിപ്പോൾ അത് നേരെ ജംഗ്ഷനിലേക്ക് പോകും. നമ്മൾ നേരെ നോർത്തിലേക്ക്, അതായത് ഫസ്റ്റ് ടൗണാണ്. ടൗണിൽ നിന്ന് നമ്മൾ നേരെ കോട്ടയം വഴി പോകും. പക്ഷേ കഴിഞ്ഞ ട്രയൽ റണ്ണിൽ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, മുള്ളൂർക്കര വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഓവർടേക്ക് ഇല്ല. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. 7:20 എത്തിയത്. എടാ നീ പോവല്ലടാ? പോവാണോ? ഓക്കെ എന്നാ കാണാട്ടോ. ഇവിടെ 2 മിനിറ്റാണ് വണ്ടികൾക്ക് ഫോൾട്ട് ഉള്ളത്. അപ്പൊ പിന്നുണ്ടല്ലോ നമ്മുടെ രാജധാനി ഇപ്പൊ ഇതിന് തൊട്ട് മുന്നേ പാസ്സായി പോയതേ ഉള്ളൂ. എന്താ പറയാ, അങ്ങനെ വരുന്ന വണ്ടിയാണല്ലോ. അത് ജംഗ്ഷൻ നേരെ ആലപ്പുഴ വഴി പോയി നമ്മളിനി കോട്ടയം വഴി. നമ്മൾ അടുത്ത സ്റ്റോപ്പ് കോട്ടയം. ഇനിയുണ്ടല്ലോ നമുക്ക് കഴിക്കേണ്ട ഡിന്നർ ഇതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. അതെ. അപ്പം കേറിയേക്കാം. കാരണം 2 മിനിറ്റ് ഹോൾട്ട് ആയതുകൊണ്ട് അധികം നേരം നിൽക്കണ്ട. വന്ദേ ഭാരത് എക്സ്പ്രസ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇവിടെ ഉണ്ടല്ലോ. ഒരു മഴ പെയ്ത് പോയ ലക്ഷണം ഉണ്ടല്ലോ. നമുക്ക് ഫുഡൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഗ്രീൻ സിഗ്നലായി കേട്ടോ. അതുകൊണ്ട് പുറത്ത് നിൽക്കാനൊരു പേടി. കയറിയേക്കാം അകത്തേക്ക്. ഇതിൻ്റെ അകത്തേക്ക് തന്നെ കയറി പോയേക്കാം. നമുക്ക് ഫുഡ് അവിടെ വന്നിട്ടുണ്ട്.
ഫുഡ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. എറണാകുളം കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് കഴിക്കേണ്ട ഡിന്നർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോട്ടയം കാണിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നത്. അതെ, നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ. ഇത് ഇവിടെ 6 എഴുതിയിട്ടുണ്ട്, അതായത് റൈസ് ആയിരിക്കാം. നമ്മൾ നോൺ വെജ് ആണ് പ്രിഫർ ചെയ്തത് അല്ലേ നവി? നോൺ വെജ്, വെജിറ്റേറിയൻ നമുക്ക് പ്രിഫർ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, നോർമൽ റൈസ്. റൈസ് നമ്മളെ എല്ലാ വന്ദേ ഭാരതിലും ഞാൻ പറയട്ടെ, അടുത്തേക്ക് മിക്കവാറും നമ്മൾ ദാലായിരിക്കാം. അല്ല, ഇത് ചിക്കൻ കറി ആയിരിക്കും. ആ സീൻ എഴുതിയിട്ടുണ്ടല്ലേ? അതെ, അത് തുറക്കുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ. നമ്മുടെ അത്യാവശ്യം എല്ലാ വന്ദേ ഭാരതിലും ഒരേ മെനു ഒക്കെ ഒരേപോലെ, മെനു എല്ലാം ഒരേപോലെ തന്നെയാണ്. 2 പീസാണ് അത് നമുക്ക് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അടുത്ത് ഇത് നോക്കൂ, ഇതെന്താന്ന് നോക്കോ, നോക്കണ്ട, ദാല് എഡി എഴുതിയിട്ടുണ്ട്. ദാൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒരു മിനിറ്റ്, കുറച്ച് അങ്ങോട്ട് വെച്ചോ. അതായത് പരിപ്പ് കറി. പിന്നെ ഒരു തൈരുണ്ട്, പിന്നെ ഒരു മിക്സഡ് പിക്കിളുണ്ട്, ഒരു സ്പൂണുണ്ട്, റൊട്ടി. ഇത് റൊട്ടിയാണ് വരുന്നത്. ചപ്പാത്തി 2 ഉണ്ടാവും എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. ഇതിപ്പം വേഗം മെൽട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറേ നേരം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മിൽമേൻ്റെ ആണ് ഐസ്ക്രീം. ഇതാണ് നമ്മുടെ വന്ദേ ഭാരതത്തിലെ ഡിന്നർ. ആദ്യം നമുക്ക് ഇതിൻ്റെ റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ചിക്കൻ കറി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. 2 പീസാണ് കേട്ടുള്ളത്, ബോൺലെസ് പീസാണ്. Indian Railways welcomes all passengers boarding from Kottayam Station. നമ്മുടെ കോയമ്പത്തൂർ വന്ദേ ഭാരതല്ലേ, അതിലൊക്കെ കഴിച്ച അതേ സെയിം ഫുഡ് തന്നെയാണ്. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ചിക്കൻ കറി അല്ല, എസ്പെഷ്യലി ഒരു സൗത്ത് ഇന്ത്യൻ ടൈപ്പ് തന്നെയാണ് ചിക്കൻ കറിയിൽ വരുന്നത്. അടുത്തത് ദാലിലേക്ക് വരും. അടുത്ത സ്റ്റോപ്പ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ആണ്. ചൂടുണ്ട് കേട്ടോ, നല്ല അനൗൺസ്മെന്റും ഉണ്ട് കേട്ടോ. അടുത്ത സ്റ്റോപ്പ് കൊല്ലം. നമ്മുടെ പരിപ്പ് കറി, എനിക്ക് പരിപ്പ് കറി ഇഷ്ടമാണ്. തിരുവനന്തപുരത്ത് പോയാൽ നല്ല പരിപ്പ് കറിയും ചോറും അല്ല. പിന്നെ അത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. പിന്നെ ഇതിൽ പിന്നെ IRCTCൻ്റെ ഇപ്പം വന്ദേ ഭാരത് ആയാലും ശതാബ്ദി ആയാലും രാജധാനി ആയാലും, രാജധാനി അങ്ങനെ കയറിയിട്ടില്ല, ശതാബ്ദിയിലും ദുരന്തോയിലും ദാല് അല്ല ഇതേ മെനു തന്നെയാണ്. അത്ര എണ്ണം ഉള്ളത് 2 ആയിരിക്കും അല്ലേ? 2. നമുക്കിത് ഈ ചിക്കൻ കറീൻ്റെ കൂടെ തന്നെ നോക്കാം. ഇതിൻ്റെ ലാസ്റ്റ് ഐസ്ക്രീമും തൈരും ഉണ്ടല്ലോ, അപ്പം അച്ചാറും ഉണ്ടല്ലോ. അച്ചാറാണെന്നില്ല, ഇപ്പം ഞാൻ കഴിച്ചില്ല, ഞാനിവിടെ ഫുഡ് കഴിക്കട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നിങ്ങൾക്ക് ഇതൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു സ്ക്രീൻ ഇല്ലേ, ഇതിലുണ്ടല്ലോ എഴുതി കാണിക്കുന്നു കണക്ട് ടു വൈഫൈ ഇൻഫോർടൈൻമെൻറ്റ് ഇൻ യുവർ മൊബൈൽ. അതായത് ഇതിൽ വൈഫൈ ഓൺ ആക്കിയിട്ട് വന്ദേ ഭാരത് ഇൻഫോർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വൈഫൈ കിട്ടുന്നതാണ് കേട്ടോ. അടുത്ത സ്റ്റോപ്പ് വരുന്ന കൊല്ലത്താണ്. 8 കിലോമീറ്റർ, ഇപ്പോഴത്തെ സ്പീഡ് 97 km/h. ഇന്നത്തെ ഡേറ്റ് സമയമൊക്കെ കൃത്യമായിട്ട് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. കാസർഗോഡ് ടു തിരുവനന്തപുരം ഈ ഒരു സ്ക്രീനിങ്. ഇതിലിപ്പോൾ വൈഫൈ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളുണ്ടല്ലോ വൈഫൈ ഒന്നും എടുത്തിട്ടില്ല, അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നത് നല്ല നീല ആ ഒരു ഇതിൽ തന്നെ നല്ല വലിയതായിട്ട് തന്നെ കാണിക്കും. എന്താ പറയുക, അടുത്ത സ്റ്റേഷൻ കൊല്ലം എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, മാറി മാറി വരും. ഇതേപോലെ ഒരു സ്ക്രീൻ ഏതൊരു വന്ദേ ഭാരത് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെയാണ്. ഇപ്പോൾ കറക്റ്റ് 99 km/h. ഇനിയിപ്പോൾ 7 കിലോമീറ്ററേ ഉള്ളൂ. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ 2 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് ഹോൾട്ട് ഉള്ളത് കേട്ടോ. പെട്ടെന്ന് തന്നെ വാതിൽ ക്ലോസ് ആക്കുന്നതുകൊണ്ട് നമുക്ക് കയറാം. കയറി ഇങ്ങോട്ട് ഇവിടെ വരെ കേട്ടോ. നവി എവിടെ കയറി കേട്ടോ. എവിടെയെങ്കിലും കയറിയാ നമുക്ക് ഇതിൻ്റെ ടോയ്ലറ്റ് ഒന്ന് കണ്ടിട്ട്. ഇതുണ്ടല്ലോ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റ് ആണ്. അതായത് നമുക്ക് ലോക്കോ പൈലറ്റിനോട് ഡയറക്റ്റ് ഈ ഒരു സാധനം പുഷ് ചെയ്താൽ മതി, എന്നിട്ട് ഇതിലൂടെ സംസാരിക്കുക. ഇതാണ് ഇതിൻ്റെ മൈക്ക് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ, അതായത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിലത്തെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലത്തെ ചെയിൻ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇതിൻ്റെ ഇനാഗുലർ റണ്ണിലും ഇതിന് മുന്നേ കയറിയ വന്ദേ ഭാരതിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി വീണ്ടും പുതിയതായിട്ട് കാണുന്നവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അതെ. ഇത് ജസ്റ്റ് ഇതിപ്പോൾ നമുക്ക് ഒരിക്കലും ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. പറ്റില്ല. ഇനി നമുക്ക് വന്ദേ ഭാരതിൻ്റെ ടോയ്ലറ്റ് ആണ്. 2 തരത്തിലുള്ള ടോയ്ലറ്റ് ഉണ്ട്, വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റൈലുണ്ട്. നമുക്ക് ആദ്യം ഇന്ത്യൻ സ്റ്റൈൽ കേട്ടോ. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ 1 ടച്ച് ആണ് കേട്ടോ. നമ്മുടെ
ഫ്ലഷിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ പോകണമെങ്കിൽ 1 ടച്ച് ചെയ്താൽ മതി. അവിടെ ഫ്ലഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ വലിച്ചെടുക്കണം കേട്ടോ. വലിച്ചെടുത്തു. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു വാഷ് ബേസ് ഇല്ലേ, 1 ടച്ച് ആണ് കേട്ടോ. ഒരൊറ്റ ടച്ചിൽ തന്നെ അതിലേക്കൂടെ ഇത് വരും. അതുപോലെ തന്നെ നമുക്കിത് കൈ കഴുകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഉണ്ട്. ഇവിടെ ഒരു പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് വരും കേട്ടോ. ഇവിടെ വന്നില്ലേ, അതൊന്നാണ് നല്ല രീതിയിൽ തന്നെ കൈ ഒരു 1 ടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാവും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ ഒന്ന് ഉണക്കണ്ടേ, അത് കഴിഞ്ഞ് അതിൻ്റെ അകത്ത് ഇവിടെ താഴെ ഒന്ന് കൈ വെച്ചാൽ മതി. ഇവിടെ നല്ലൊരു മിററും കൂടി ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് വന്ദേ ഭാരതിന്റെ ടോയ്ലറ്റ് കേട്ടോ. നല്ല വൃത്തി കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇങ്ങനെയുള്ള ബാത്റൂമാണ് ശരിക്കും ഇന്ത്യൻ റെയിൽവേന്റെ എല്ലാ വണ്ടികളിലും വേണ്ടതല്ലേ? ഇത് ഈ ഒരു സവിശേഷത എനിക്ക് തോന്നുന്നു ഗതിമാൻ ഈ വന്ദേ ഭാരതിനൊക്കെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതെ 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 എന്തായാലും അടിപൊളിയാണ്. നമ്മളെ കേരളത്തിൻ്റെ വന്ദേ ഭാരത് ഇല്ലേ, നമ്മുടെ രാജ്യത്ത് എത്രാമത്തെ വന്ദേ ഭാരത് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. അത് 15ാമത്തെ വന്ദേ ഭാരത് ആണോ 16ാമത്തെ വന്ദേ ഭാരത്? ശരിക്കും എത്രാമത്തെ വന്ദേ ഭാരത് ആണ്? രാജ്യത്തെ 15ാമത്തെ വന്ദേ ഭാരതാണ് നമ്മുടെ കേരളത്തിന്റെ തിരുവനന്തപുരം ടു കാസർഗോഡ് എന്നുള്ളത്. അതിന്റെ ലിസ്റ്റ് ഒന്ന് പറഞ്ഞു. ശരിക്കും 1ാമത്തെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാല് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന വന്ദേ ഭാരതാണ്. എല്ലാം പറയാം. 2ാമത് വരുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് കട്രയിലേക്ക്, 3ാമത് മുംബൈ സെൻട്രലിൽ നിന്ന് ഗാന്ധിനഗറിലേക്ക്, 4ാമത് ന്യൂഡൽഹിയിൽ നിന്ന് അമ്പദ്വാരയിലേക്ക്, 5ാമത് ചെന്നൈയിൽ നിന്ന് മൈസൂരിലേക്ക്, 6ാമത് നാഗ്പൂരിൽ നിന്ന് ബിലാസ്പൂരിലേക്ക്, 7ാമത് ഹൗറയിൽ നിന്ന് ന്യൂ ജൽപഗിരിയിലേക്ക്, 8ാമത് സെക്കന്ദരാബാദിൽ നിന്ന് വിശാഖപട്ടണം, 9ാമത് മുംബൈ CST ഷിർദിയിലേക്ക്, 10ാമത് മുംബൈ CST നിന്ന് സോളാപൂരിലേക്ക്, 11ാമത് നിസാമുദ്ദീൻ നിന്ന് റാണി കമലാപതിയിലേക്ക്, 12ാമത് സെക്കന്ദരാബാദിൽ നിന്ന് തിരുപ്പതിയിലേക്ക്, 13ാമത് ചെന്നൈയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക്, 14ാമത് ഡൽഹി കണ്ടോൺമെന്റിൽ നിന്ന് അജ്മീറിലേക്ക്, 15ാമതാണ് നമ്മുടെ വന്ദേ ഭാരത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക്. അപ്പോൾ ഇതാണ് ലിസ്റ്റ്. ഇപ്പോൾ പലപ്പോഴും പലതും 16ാമത്തെ, ഇന്നലെ ഇനാഗുറൽ ഉണ്ട് ചെയ്യുന്ന സമയത്ത് പലതും 16ാമതാണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിസ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 15ാമത്തെ വന്ദേ ഭാരതാണ് ശരിക്കും നമ്മുടെ ഒരു കേരളത്തിലെ വന്ദേ ഭാരത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പം അപ്കമിങ് ആയിട്ട് കുറച്ച് വന്ദേ ഭാരതുകൾ വരാനുണ്ട്. എനിക്കൊന്ന് റാഞ്ചിയിൽ നിന്ന് പട്നയിലേക്ക്, അതുപോലെ തന്നെ ഗുവാഹട്ടിയിൽ നിന്ന് ആസാമിലില്ലോ, ഗുവാഹട്ടിയിൽ നിന്ന് ന്യൂ ജൽപൈഗുരി ആണെന്ന് തോന്നുന്നേ. അതല്ലേ ശരിക്കും പറഞ്ഞാല്. അത് മാത്രമല്ല ഇനി ഒരുപാട് വരാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗോവക്കെല്ലാം വരാനില്ലേ? ഗോവക്ക് വരാനുണ്ട്, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, ആസാം, വന്ദേ ഭാരതുകൾ ഇല്ലല്ലോ. അതിന് പരമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വന്ദേ ഭാരതും കൂടെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? എറണാകുളം, ബാംഗ്ലൂർ അതേ തന്നെ വരാൻ ചാൻസ്. ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ ട്രിവാൻഡ്രം തന്നെയാണ്. കുറച്ച് പോകാനുണ്ട്, 1 മണിക്കൂറിനുള്ളിൽ എത്തും കേട്ടോ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ്സിലെ നമ്മുടെ പാൻറിൽ നമുക്കറിയുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞോ? എൻ്റെ പേര് ഡാൻ തോമസ്. ഇത് എന്തായിട്ട് വർക്ക് ചെയ്യുക? നമ്മളിതിൽ HM ഹോസ്പിറ്റാലിറ്റി മോണിറ്റർ എന്ന് പറയും. IRCTC സ്റ്റാഫാണ്. ഇതിന് മുന്നേ ഏതെങ്കിലും ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മൾ നേരത്തെ മെയിൽ എക്സ്പ്രസ് ട്രെയിൻസുകളിലാണ്. ആണല്ലേ? നാട്ടിലെവിടെയാ? നാട്ടിൽ കോട്ടയം. കോട്ടയം. അതുപോലെ ഈ ചേട്ടനെ നമ്മൾ കഴിഞ്ഞ ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് അല്ലേ? എനിക്ക് ചേട്ടന് ആ ഒരു ലുക്കാണ് എന്നെ തന്നെ ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായത്. അപ്പം ചേട്ടൻ ആ വന്ദേ ഭാരത് തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട. എൻ്റെ പേര് സജിത്ത്. ഇവിടെ നാട്ടില്. പിന്നെ അപ്പം നമ്മുടെ ഈ വന്ദേ ഭാരതിന്റെ ഇന്നലെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഇതിന്റെ ആദ്യത്തെ ഓട്ടാണ്. അപ്പം ഇതിൽ കയറിയ പാസഞ്ചേഴ്സിന്റെ റെസ്പോൺസ് ഒക്കെ എന്താണ്? വളരെ നല്ല റെസ്പോൺസ് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അതെ, നമ്മളിപ്പോൾ ഇപ്പൊ ഡിന്നറൊക്കെ കഴിച്ചല്ലോ, അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. കുഴപ്പമില്ല. നമ്മൾ ഇതിന് മുന്നേ വന്ദേ ഭാരത് കയറി നമ്മളിപ്പം ഇന്ന് നമുക്ക് ഐസ്ക്രീം ഒക്കെ മിൽമയുടെ ഒക്കെ ഐസ്ക്രീമാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് നമ്മൾ യാത്ര ചെയ്തിട്ട് അതിലാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അത് നമുക്ക് ഒരിക്കലും യാത്ര ചെയ്യാം. ട്രിവാൻഡ്രം സെൻട്രലിലോട്ട് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. അതിനിടയിലുണ്ടല്ലോ നമുക്കൊരു ഫ്രണ്ടിനെ കണ്ടുപിട്ടിരിക്കുകയാണ്. ബ്രോന്റെ പേര് പറഞ്ഞോ? ഹലോ, എൻ്റെ പേര് റൈഫ്. എൻ്റെ നാട് എറണാകുളമാണ്. ഇവരെ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടുപിട്ടിയതിൽ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവൻ ഈ വണ്ടിയിൽ കയറിയ സമയത്ത് നമ്മൾ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. ആ സമയം മുതൽ ഇന്നലെ മുതലേ ഉണ്ട് മെസ്സേജ് ആയിപ്പോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്താ പറയാ, എറണാകുളം എത്താനായി മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. എറണാകുളം എത്താനായി ചേട്ടാ, എവിടെ എത്തി C6-ലല്ലേ? C6-ലെ ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിയിലേക്ക് നമ്മളെ കാണാൻ വേണ്ടി വന്നു. ഒരുപാട് സന്തോഷം. കാസർഗോഡ് നിന്ന് 586 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. 10:40, അതായത് 2:30 ആരംഭിച്ച് 8 മണിക്കൂർ 10 മിനിറ്റാണ് നമ്മളെ ട്രാവൽ ടൈം എടുത്തത്. നമ്മുടെ സീറ്റ് ഇതായിരുന്നു വന്നത്. നല്ല 23-24 കേട്ടാ. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് വെച്ചാൽ എല്ലാ വ്യാഴാഴ്ചയും ഓടൂല.
വ്യാഴാഴ്ച ഈ വണ്ടിക്ക് എന്താ പറയാ ലീവാന്ന് ലീവാണെന്ന് പറയാം. അത് വേറെ മെയിൻ്റെനൻസ് ആണ് കേട്ടോ. അപ്പം വ്യാഴാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും വണ്ടി ഉണ്ട്. അതായത് നാളെ ഇല്ല. അപ്പം വേറൊരു കാര്യം, ഈ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പുറപ്പെടുന്നത് രാവിലെ 5:30 അവിടെ ഒരു 1:20 ആകുമ്പോൾ അവിടെ എത്തുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് റേറ്റ് വ്യത്യാസമുണ്ട്. എനിക്കത് നമ്മുടെ കാറ്ററിംഗ് ചാർജ് ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങോട്ടേക്ക് നമുക്ക് 300 ചില്ലറ രൂപയാണ് ആയത്. പക്ഷെ ഇതേപോലെ അങ്ങോട്ട് വരുന്ന 400 വരുന്നത്, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ നമ്മൾ വന്ന C14 കോച്ച് ഇതാണ്. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടീനോടൊക്കെ വിട പറഞ്ഞ് 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് അവിടുന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എത്തിയല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ നിങ്ങൾ ഇവിടെ തൊട്ട് KSRTC ഇവിടെ ഈ ഒരു ബസ് ടെർമിനലിൽ ഇവിടെ തന്നെ ഡോർമെട്രി ഉണ്ടല്ലേ? ഡോർമെട്രി എടുത്ത് ഒന്ന് പറയാം, അന്നേരം തന്നെ കിടന്ന് ഉറക്കമല്ല. ഇപ്പോൾ സമയം 10:55 ഒരു 11:30 വീഡിയോ എഡിറ്റ് ചെയ്ത് തുടങ്ങിയത് 1:30. എല്ലാം കൂടി ഒരു 2 മണിയാകുമ്പോൾ കിടന്നുറങ്ങണം. ആ ഒരു സെറ്റപ്പ്. എനിക്ക് നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കുന്ന രീതിയിലാവണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ? അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.